മോർണിംഗ് ആയോ? 8 മണി ആയിട്ടുള്ളൂ. ഇത്ര നേരത്തെ അടുക്കളയിൽ ആരാ? പാത്രങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കണ്ടല്ലോ. മോള് നീ 8 മണിയാകുമ്പത്തിന് എണിച്ചാ? എന്തിനാ ഇത്ര നേരത്തെ എണിച്ചത്? നമ്മുടെ കിച്ചൺ ടൈം 10 മണിയല്ലേ? അതെല്ലാം ഉമ്മായിക്കാ. മോളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉമ്മാന്നൊന്നും വിളിക്കണ്ട, കോൾ മീ മമ്മി. ഓക്കെ ഓക്കെ, സോറി മമ്മി. ഇക്കാക്കെ ഇന്ന് നേരത്തെ പോണത്ര, അപ്പം ചായ ഇടാൻ വേണ്ടി എണിച്ചതാ. ഓ മൈ ഗോഡ്, അവനക്ക് ചായ വേണമെങ്കിലേ അവനിട്ട് കുടിക്കണം, അതിന് നിന്റെ ഉറക്കം കളയണം. ഷെയിം മോളെ, വെരി വെരി ഷെയിം. ഇതൊക്കെ മോളയിലേന്നുള്ളണം. ഇന്നത്തെ ശീലങ്ങളൊന്ന് ഹസ്ബൻഡ് പേര് നമ്മൾ പഠിപ്പിച്ചൂടാ. പിന്നെ നമ്മളെ അവരെ അടിമകളായിരിക്കും. അതൊക്കെ ഞാന് നിന്റെ അമ്മയച്ചനില്ലേ, അങ്ങേരാ എനിക്ക് രാവിലെ ചായ കൊണ്ട് തരാറ്. ഞാൻ എന്തായാലും കുറച്ചു നേരം കൂടി പോയി കിടക്കട്ടെ. ഒരു 10-10:30 അപ്പന്നെ വിളിച്ചാ മതി. ശരി മമ്മി. പിന്നെ എനിക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് മാഗിയും 1 കപ്പ് ബ്രൂ കോഫിയും അത് മതി കേട്ടോ. അതായിട്ടേ എനിക്ക് വാട്സപ്പിക്ക് ഒരു മെസ്സേജ് ഇട്ടാ മതി. ഞാൻ വരാം. ഞാൻ മെസ്സേജ് ഇടാം. പിന്നെടാ മോളെ, നീ എന്തിനാണ് ആ വെയിലത്ത് ആ കുട്ടീനോട് നടക്കണത്? ഈ ചെക്കൻ രാവിലെ തൊട്ട് ഇതുവരെ ഒന്നും തിന്നിട്ടില്ല മമ്മി. ഞാൻ എന്തെങ്കിലൊക്കെ കൊടുക്കട്ടെ. എന്റെ മോളെ, നിനക്ക് വല്ല പ്രാന്തണ്ടാ? ആ ഫോണിൽ എന്തെങ്കിലും വെച്ചുകൊടുക്ക്, ആ കുട്ടി ചോറക്ക മണി പോലെ തിന്നോളൂ. അതെല്ലാം മോളെ സുഖം. ഞാനൊക്കെ പണ്ട് എന്റെ കെട്ടിയവനക്കെ അങ്ങനെ എന്നെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോണില്ലാണ്ട് അവന് ഒരു സാധനം പോലും തിന്നില്ലായിരുന്നു. മമ്മിയുടെ ഫോണിലെ കഷ്ടിച്ച് 1 GB നെറ്റോളും, അല്ലെങ്കിൽ ഞാൻ വെച്ചുകൊടുത്തിരുന്നു. എനിക്കത് വൈകിട്ടേ ഇൻസ്റ്റയിൽ കയറാൻ വേണം. നീ ആ കുട്ടിക്ക് ഫോണിൽ എന്തെങ്കിലും വെച്ചുകൊടുക്ക്. വെറുതെ അതിനെ ഏറ്റിക്കൊണ്ട് നടക്കണത്. ഇപ്പത്തെ പിള്ളേരൊക്കെ എന്തെങ്ങനെ? അതൊക്കെ ഞങ്ങളുടെ കാലം. മമ്മി, ഞാനിന്ന് വൈകിട്ടേ പീരീഡ് റെഡി ചെയ്യാൻ പോണ്ട്. മമ്മി വരുന്നുണ്ടോ? മമ്മി എന്താ ഒന്നും മിണ്ടാത്ത? വേണ്ട മോളെ, വേണ്ട മോളൊന്നും പറയണ്ട. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ട്. മോൾക്കിപ്പോ എന്നോട് ആ പഴയ പോലുള്ള ഒരു സ്നേഹവും ഇല്ല. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയണ്? എന്താന്ന് 2 ദിവസം മുമ്പേ ഞാൻ നിനക്ക് ഇൻസ്റ്റയില് 2 വീഡിയോ സെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. നീ നോക്കിയത്? നോക്കിയാ? ഇല്ല, നീ ഇപ്പോഴും നോക്കിയിട്ടില്ല. നീ ഇത്ര നേരം ഓൺലൈൻ ഉണ്ടായിരുന്നു, നീ ഇപ്പോഴും ഓൺലൈൻ അല്ലേ? എന്നിട്ട് നീ എന്റെ മെസ്സേജ് നോക്കിയിട്ടില്ല. വിഷമമുണ്ട് മോളെ, മമ്മിക്ക് നെഞ്ച് പൊട്ടണ വിഷമമുണ്ട്. എന്നോട് ആരും ഇതുവരെ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. ഞാൻ സെൻഡ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും സീൻ ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ തരാറുണ്ട്. മോള് മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മോള് മാത്രം ഇപ്പം ഞാൻ എന്ത് മെസ്സേജ് ഇട്ടാലും നോക്കണില്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. സ്നേഹമുള്ള മരുമക്കള് ഇങ്ങനെയൊന്നും അല്ല അമ്മായിമ്മമാരോട് പെരുമാറുക. അയ്യോ എന്റെ മമ്മി, ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നിനക്കിപ്പോ എന്റെ മെസ്സേജ് നോക്കാൻ സമയമൊന്നും ഇല്ലല്ലോ. ആയിക്കോട്ടെ, വെരി സാഡ് മോളെ. ഐ ആം വെരി വെരി സാഡ്. മാഡം, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അയച്ചുണ്ട് കേട്ടോ. കേറിട്ടോ. ആരാ മമ്മി വന്ന്? ആരാ ബെല്ലടിച്ച്? അത് ഞാനേ ഫുഡ് ഓർഡർ ചെയ്തതാ. അപ്പൊ മമ്മി ഫുഡൊക്കെ ഓർഡർ ചെയ്തോ? ഞാൻ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. നീ ഇവിടെ കപ്പയ്ക്കക്കറിയല്ലേ വെച്ചേക്കണത്? അതൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പണ്ട് മുതലേ കപ്പയ്ക്ക അങ്ങനത്തെ സാധനമൊന്നും തിന്നില്ല. ഞാൻ അതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ അതല്ല ചോദിച്ചു, നിനക്ക് വേണോന്ന്. ഞാൻ ഓർഡർ ചെയ്യാനാ ചോദിച്ചത്. ഇനിയിപ്പോ എന്തായാലും നീ ആ കപ്പയ്ക്ക കൂട്ടിട്ട് തിന്നോ. ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. പിന്നെ മമ്മി, നമ്മൾ അടുത്ത ആഴ്ചയല്ലേ ഫാമിലി ടൂർ പ്ലാൻ ചെയ്തേക്കണം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, കുറച്ച് ഡ്രസ്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. മമ്മി വരുന്നുണ്ടോ? എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് മോളെ. നമുക്ക് ഒരുമിച്ച് പോട്ടാ. എനിക്ക് 2-3 ജീൻസും ടോപ്പൊക്കെ എടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് നാളെ പോവാം. ശരി, നാളെ പോവാം.
ഓ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മമ്മി മമ്മി എന്താ മമ്മി മുഖത്തൊരു സങ്കടം? എന്ത് ചെയ്യാനാ മോളെ, മമ്മിയുടെ ഫോണിൽ ചാർജ് ഇല്ല, നോക്കുന്നാണെങ്കിലോ കറന്റും ഇല്ല. കറന്റ് വൈകുന്നേരം അത്ര വരുള്ളൂ. എനിക്കാണെങ്കിൽ ഇൻസ്റ്റ ഇല്ലാണ്ട് ജീവിക്കാൻ വയ്യ. ഞാൻ എന്താ ചെയ്യ? എനിക്കാണെങ്കിൽ ഈ ഫോൺ നോക്കണ്ടേ, എന്റെ കയ്യും കണ്ടൊക്കെ കടന്നിട്ട് ഇറക്കിയാണ്. ഓ ഇതാണ്, അത് കുഴപ്പമില്ല, മമ്മി വിഷമിക്കണ്ട. എന്റെ ഫോൺ എടുത്തോ, എന്റെ ഫോണിൽ ചാർജ് ഉണ്ട്. അല്ല മമ്മിയുടെ മുഖത്ത് എന്താ തേച്ചക്കണ്? അതൊരു ഫേസ് ബാക്കാ. എന്റെ കൂട്ടുകാരി ഇല്ലേ താസ്നിം, അവള് വന്നതാ. 10 മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞാൽ കഴുകിക്കളയുക. നല്ല ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോളെ. ഓ പിന്നെ മമ്മി ഞാനേ വൈകിട്ട് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. ഓ നീ പൊക്കോ മോളെ, അതിനെന്തിനൊക്കെ മമ്മീനോട് ചോദിക്കുന്നത്? ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാണ്ട. നീ പൊക്കോ, 2 ദിവസമോ അല്ലെങ്കിൽ വേണ്ട, നീ ഒരാഴ്ചക്ക് നിന്നിട്ട് മെല്ലെ വന്നാൽ മതി. എന്താ ഇപ്പൊ ഇവിടെ ഇത്ര ധൃതി? സ്വന്തം വീട്ടിൽ പോയാലേ കുറെ കാര്യങ്ങള് ഉമ്മാക്കും ആൾക്കൊക്കെ സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ. ഇവിടത്തെ കാര്യങ്ങൾ പിന്നെ എന്നെ പറ്റിയിട്ടൊക്കെ എനിക്ക് അതൊക്കെ അറിയാം. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. നീ മെല്ലെ ഒരാഴ്ച നിന്നിട്ട് സമാധാനത്തോടെ വന്നാൽ മതി. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ അവനോട് ചോദിച്ചാൽ മതി. ശരി. പിന്നെ മോളെ വീട്ടിൽ പോകുമ്പോഴേ ഉമ്മാനോട് അന്വേഷണം പറയണേ. ഉമ്മ ഇപ്പൊ പണ്ടത്തെ പോലെ എനിക്ക് മെസ്സേജ് ഒന്നും അയക്കാറില്ല. ഉമ്മാനോട് ഒരു അന്വേഷണം പറയട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് വാട്സപ്പില് മെസ്സേജ് ഒക്കെ ഒന്ന് ഇടാൻ പറയട്ടോ. ഞാൻ പറയാട്ടോ, ഉമ്മാനോട് ഞാൻ പറയാം. മോളെ മമ്മിക്കിന്നേ വൈകുന്നേരം +2 ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടേ ഒന്ന് പുറത്തു പോകണം ഫുഡ് കഴിക്കാന്. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഫിലിം ഒക്കെ കണ്ട് പുലർച്ചെ ഒരു 3-4 മണി ആവും തിരിച്ചെത്താന്. പിന്നെ ഞങ്ങള് വൈകിട്ട് ഒരു ലേറ്റ് റൈഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടേ. അപ്പം അതുകൊണ്ട് വരാൻ വൈകൂട്ടാ. ഓ പിന്നെ മോളുടെ കഴിഞ്ഞ ആഴ്ച എടുത്ത ആ ബഗ്ഗിയുടെ പാന്റ് ഇല്ലേ, അതും ആ നീല ടോപ്പില്ലേ, അതൊന്ന് മമ്മിക്ക് വേണം കേട്ടോ. പിന്നെ ആ ലൈറ്റ് പിങ്ക് നമ്മുടെ ലിപ്സ്റ്റിക് ഇല്ലേ, അതും കൂടെ ഒന്ന് വേണേ. കൂടെ വരുന്നവന്മാരൊക്കെ ഭയങ്കര മോഡലാണേ. അപ്പൊ മമ്മി ഒട്ടും കുറയാൻ പറ്റില്ലല്ലോ. അപ്പം അതൊന്ന് തരണേ. അതിനെന്താ, മമ്മി എടുത്തോ. അല്ല നിനക്ക് അവന്റെ കൂടെ രാത്രി പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പൊക്കൂടെ, ഫുഡൊക്കെ കഴിക്കാന്? അയ്യേ നീ വെറുതെ ഇവിടെ ബോറടിച്ചിരിക്കല്ലേ. ഞാനൊക്കെ പണ്ടേ ഫൈസലിന്റെ വാപ്പിയായിട്ടേ വീറും കറക്കായിരുന്നു. എന്റെ തള്ളക്ക് അമ്മായിമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. ഞങ്ങള് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് വല്ല വരുള്ളൂ. അതൊക്കെ ഒരു കാലം. പോണം, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് മമ്മി. ഇക്കാക്ക് ഒഴിവില്ലല്ലോ, ഒഴിവിനനുസരിച്ച് പോണം. അപ്പൊ മറക്കണ്ട കേട്ടോ ഡ്രസ്സ്. ശരി. ഇവിടെ ടൂർ പോയാ? ഞാനിന്ന് സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഒരു സ്റ്റോറി അങ്ങോട്ട് കാച്ച. റുബിനെ DP മാറ്റിയ? ഞാനും മാറ്റട്ടെ. നിന്നോട് ഞാൻ പറയില്ല അങ്ങനെ ചെയ്യണ്ടെന്ന്. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ പിള്ളേർ ഇന്ന് തുടങ്ങി. പിള്ളേർ ഒരു സമാധാനം തിരിക്കാം. എന്താണ് ഇവിടെ പ്രശ്നം? ഇന്ന് എന്തിനാ നിങ്ങൾ വഴക്കൂടുന്നത്? മനുഷ്യന് സമാധാനമായിട്ടൊന്നും റീൽസ് കാണാനും സമ്മതിക്കില്ല. അത് മമ്മി ഇവിടെ പറഞ്ഞാലേ നോക്കുന്നില്ല. ഇവൾക്കത് എത്ര അഹങ്കാരം. ആർക്കാണ് അഹങ്കാരം? ഇവൾക്കാ? അല്ല, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളെ അതേപടി കേൾക്കാനേ ഇവളെന്താ നിന്റെ അടിമയാ? നിങ്ങൾ ആണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, പെണ്ണുങ്ങൾ നിങ്ങളുടെ ചോൽപ്പടിക്ക് നിൽക്കണ വെറും പാവകളാണെന്ന്. ആ കാലൊക്കെ കഴിഞ്ഞു പോയി മാനെ. അതൊക്കെ നിന്റെ വാപ്പ എന്നോട് മാർത്തൊരു വാക്കുമുണ്ടില്ല. ഞാൻ വരച്ച വരന്ന് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ. ജീവിതത്തിലെ രണ്ടാളും കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നിന്റെ ഇഷ്ടങ്ങൾ മൊത്തം അവളില് അടിച്ചേൽപ്പിക്കണം പറഞ്ഞാലേ അതൊന്നും നടക്കണ കേസല്ല. എന്താടാ നീ ഇങ്ങനെ പോയത്? നീ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചതാണാ? മോള് കിട്ടുവാ മോളെ, ഇവന്റെ എത്ര ദേഷ്യം. അങ്ങനെ തുമ്മയെ തെറിക്കാൻ നോക്കുകയാണെങ്കിലേ അങ്ങോട്ട് തെറിക്കട്ടെ അങ്ങോട്ട് വിചാരിക്കും. ഇല്ല പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്താ ഒരു വിലയില്ലേ? അയ്യടാ നീ ഇങ്ങോട്ട് പാടി. അയ്യോ എന്റെ മോളെ ഇതൊന്ന് നോക്ക്. എന്റെ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാണ്ടേ ഒരു സാഡ് സ്റ്റോറി അങ്ങോട്ട് കാച്ച്. ആ വിഷമൊക്കെ അങ്ങോട്ട് മാറിക്കോളും. ഈ 19s പിള്ളേരെ പോലെ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കല്ലേ. നമ്മൾ ചിൽഡ് വൈബ് ആവണം.
ഈ ഒരു സ്റ്റോറി അങ്ങോട്ട് കാച്ചിക്ക.